Good evening, ma'am. Good evening. Good evening. Good evening. Good evening, ma'am. Good evening. Good evening. Okay, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Yes, ma'am. ഞാൻ പ്രെയർ ഒന്നും പറഞ്ഞില്ലല്ലോ അല്ലെ? ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ, ടൈം കളയാൻ. ആരെങ്കിലും ഓൾറെഡി പറഞ്ഞവരായാലും കുഴപ്പമൊന്നുമില്ല. ഇത്ര പേരല്ലേ ഉള്ളൂ, ആൾക്കാർ കുറഞ്ഞു കുറഞ്ഞു വരുവാണ്. ഞാൻ ചെയ്യാം, ma'am. Dear God, what a beautiful creation it is. Morning sun brings daylight. What a pleasant morning it is. Flowers' aroma is spreading everywhere. Birds are chirping so that everyone can wake up. A cool breeze will blow. Stop being lazy and start working. And help us to study, help our facilitator, and help our friends. Night moon come and make mind fresh. Thank you, God, for making us a wonderful creature in this world. Thank you. നമ്മൾ എഡ്യൂക്കേഷണൽ സൈക്കോളജിയാണ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സൈക്കോളജി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ മനസ്സിലേക്ക് ആദ്യം വരുന്നത്? എന്തോ മെന്റൽ ഇൽനെസ്, അതിനെ ട്രീറ്റ് ചെയ്യുന്നു, കൗൺസിൽ ചെയ്യുന്നു, തെറാപ്പി ചെയ്യുന്നു, മെഡിക്കേഷൻ ഉണ്ടെങ്കിൽ മെഡിക്കേഷൻ കൊടുക്കുന്നു. അത് ആണ് പെട്ടെന്ന് സൈക്കോളജി എന്ന് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത്. എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ടൂൾ ഫോർ ഫൈൻ ലേണിംഗ് ആൻഡ് ടീച്ചിങ്. ഇപ്പം പഠിപ്പിക്കുന്നവരും ഉണ്ട്, പഠിക്കുന്നവരും ഉണ്ട്. രണ്ടുപേരെയും നല്ല പോലെ മോൾഡ് ചെയ്യാവുന്ന, നല്ല പോലെ ഷേപ്പ് ചെയ്യുന്ന, നല്ല പോലെ അവരുടെ പെർഫോമൻസ് കൂട്ടുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് തന്നെ പറയാം എഡ്യൂക്കേഷണൽ സൈക്കോളജി. നമ്മൾ ഇതിനകത്ത് കൂടുതലായിട്ട് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആണ്. അതാണ് ശരിക്കും ഒരു ടീച്ചർ, പഠിപ്പിക്കുന്ന ഫെസിലിറ്റേറ്റർ മുമ്പിലിരിക്കുന്ന കുട്ടികളിലെ യുണീക്നെസ്, അവരുടെ പ്രത്യേകതകൾ, അവരുടെ ഡിഫറൻസസ്. അതായത് ഒരു കുട്ടി പഠിക്കുന്ന രീതിയായിരിക്കില്ല മറ്റേ കുട്ടി. ഒരു കുട്ടിക്ക് ഇത്ര 10 മിനിറ്റ്സ് എടുത്താൽ മറ്റേ കുട്ടി ചിലപ്പോൾ 15 മിനിറ്റ്സ് എടുക്കുമായിരിക്കും, അല്ലെങ്കിൽ 5 മിനിറ്റ്സിൽ ചെയ്യുമായിരിക്കും. അപ്പൊ അത് എഡ്യൂക്കേഷണൽ സൈക്കോളജി ആ ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ കുറിച്ചാണ്, അതിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്. പിന്നെ എഡ്യൂക്കേഷൻ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പോസിറ്റീവ് സയൻസ് ആണ്. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, സൈക്കോളജി എന്ന് കേൾക്കുമ്പോൾ ഒരു മെന്റൽ ഇൽനെസ്, അതാണ് നമ്മുടെ മനസ്സിലേക്കൊക്കെ ആദ്യം വരും. പക്ഷെ നമ്മൾ ഈ ഒരു ഇതൊക്കെ പഠിച്ച് ഇതൊക്കെ മനസ്സിലാക്കി വരുമ്പോഴേക്കും
സൈക്കോളജി എന്ന് കേട്ട് കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യം നമുക്ക് വരില്ല. എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് സയൻസ് ആണ്. ഹ്യൂമൻ ബിഹേവിയറിന്റെ ഒരു പോസിറ്റീവ് സയൻസ്. അത് ഒരു ഫെസിലിറ്റേറ്റർ അത് മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മുമ്പിലിരിക്കുന്ന 10 കുട്ടികളുടെ ഡിഫറൻസും മനസ്സിലാക്കി നല്ല രീതിയിലൊരു ഇന്റർവെൻഷൻ, നല്ല രീതിയിലൊരു ടീച്ചിങ് മെത്തേഡ് അവരിൽ കൊണ്ടുവരാം. അപ്പൊ അവരിലെ ലേണിംഗ് പ്രോസസ്സും നല്ല രീതിയിൽ നടക്കും. അതാണ് നമ്മളോട് പറയുന്നത്. പിന്നെ ഇതൊരു അപ്ലൈഡ് സയൻസും കൂടിയാണ്. പോസിറ്റീവ് സയൻസ് ആണ്, അപ്ലൈഡ് സയൻസ് ആണ്. പല ലെവലില് ഇതിന്റെ ആപ്ലിക്കേഷൻ ഉണ്ട്, അപ്ലൈ ചെയ്യാൻ. എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ഒരു അപ്ലൈഡ് സയൻസ് ബ്രാഞ്ച് ആണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത്. സയന്റിഫിക് അപ്രോച്ച് ആണ്. ഇതിന്റെ 3 പ്രത്യേകതകൾ അതാണ്. പോസിറ്റീവ് സയൻസ് ആണ്, അപ്ലൈഡ് സയൻസ് ആണ്, സയന്റിഫിക് അപ്രോച്ച് ആണ്. ഇതില് കൂടുതലും എഡ്യൂക്കേഷണൽ സൈക്കോളജി അഡോപ്റ്റ് സയന്റിഫിക് അപ്രോച്ച്, സയന്റിഫിക് മെത്തേഡ്സ് ആണ് ഇതിൽ. കുട്ടികളെ നമ്മൾ തല്ലി ആണോ പഠിപ്പിക്കുന്നത്? അല്ല, അതിന് പല സയന്റിഫിക് മെത്തേഡാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഡിഡയാക്ടിക്സ്, അതായത് എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റിയിലൂടെ. ഇപ്പൊ നമുക്കറിയാം ആൽഫബറ്റ്സ് ഉള്ള ചെറിയ ക്ലാസ്സിൽ KG സെഷനിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ആൽഫബറ്റ്സ് ഉള്ള ഒരു ബുക്സ് ഉണ്ടാവും, ഇംഗ്ലീഷ് ആൽഫബറ്റ്സ്. അതിൽ ABCD എന്ന് വലിയ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ടാവും. ഈ ഓരോ ലെറ്ററിന്റെ അടുത്തും A4 എന്തെങ്കിലും ഒരു ആപ്പിൾ ആണെങ്കിൽ ആപ്പിൾ ഉണ്ടാവും, അതിന്റെ പിക്ചർ കാണുമായിരിക്കും. അല്ലെങ്കിൽ എയറോപ്ലെയിൻ, B4 ബോൾ, അങ്ങനെയൊക്കെ അതിന്റെ പിക്ചർ അതൊക്കെ വെച്ചിട്ട് കുട്ടിയെ പഠിപ്പിക്കുന്ന ഒരു ട്രഡീഷണൽ മെത്തേഡാണ് നമ്മൾ സാധാരണ ഉള്ള മെത്തേഡ്. പക്ഷെ മോണ്ടിസോറി മെത്തേഡ് വരുമ്പോൾ അവരുടെ സെൻസോറിയൽ ഫങ്ഷൻസ് ആണ് കൂടുതൽ അതിലെടുക്കുന്നത്. നമുക്ക് അവിടെ ആൽഫബറ്റ്സ് അവരെ ടച്ച് സെൻസ് കൊണ്ട് പഠിപ്പിക്കാനായിട്ട് പറ്റും. അത് നിങ്ങൾ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. ഇപ്പോഴല്ല, ഏറ്റവും അവസാനമൊക്കെ അത് ചെയ്താൽ മതി. ഈ ഒരു ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു എന്താ പറയാ, സാൻഡ് പേപ്പർ ഇല്ലേ? സാൻഡ് പേപ്പറിന്റെ പ്രത്യേകത എന്താ? തൊട്ടാ നല്ല റഫ് ആയിരിക്കും അല്ലെ? ആണോ? Yes, miss. ഈ സാൻഡ് പേപ്പർ നമ്മൾ വാങ്ങിച്ചിട്ട് നമ്മളുടെ ആൽഫബറ്റ്സ് ഇല്ലേ, അത് ക്യാപിറ്റൽ ലെറ്റേഴ്സ്, സ്മോൾ ലെറ്റേഴ്സ് അല്ലെങ്കിൽ റണ്ണിങ് ലെറ്റേഴ്സ് ആ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കും സാൻഡ് പേപ്പേഴ്സിനെ, കുറച്ച് വലിയതായിട്ട്. എന്നിട്ട് നമ്മൾ ചെറിയ എന്തെങ്കിലും അത് ഇരിക്കുന്നുണ്ട്, അടുത്ത ക്ലാസ്സിൽ ഞാനത് എടുത്ത് കാണിച്ചു തരാം. ചെറിയ ചെറിയ കാർഡ്ബോർഡ് പീസസിൽ അത് ഒട്ടിക്കും. എ എന്നുള്ള ലെറ്റർ കുട്ടി പഠിക്കുമ്പോൾ ആ എ എന്നുള്ള ലെറ്ററിന്റെ മുകളിലൂടെ വിരൽ ഇങ്ങനെ ടച്ച് ചെയ്യുവാണ്, അതിലൂടെ ഇങ്ങനെ ഓടിക്കും. അപ്പൊ കുട്ടിക്ക് ഒരു ഫീലിംഗ് വരുക. കാരണം സാധാരണ പേപ്പർ അല്ല, സാൻഡ് പേപ്പർ കൊണ്ടാണ് നമ്മൾ ലെറ്റർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പെട്ടെന്ന് കുട്ടിക്ക് അത് മനസ്സിലേക്ക് വരും. അപ്പൊ അങ്ങനെ നമ്മൾ എല്ലാ ആൽഫബറ്റ്സിന്റെയും A തുടങ്ങി Z വരെ നമ്മൾ ഉണ്ടാക്കി വെക്കണം. അതുപോലെ നമ്പേഴ്സ് 0 തുടങ്ങി 9 വരെയുള്ളത് അതും ഇതുപോലെ തന്നെ സാൻഡ് പേപ്പർ കൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ചെയ്തിട്ട് കാർഡ്ബോർഡ് പീസസിൽ ഒട്ടിക്കണം. അപ്പൊ കുട്ടി നമ്പേഴ്സും ആൽഫബറ്റ്സും ടച്ചിലൂടെ പഠിക്കും. അവിടെ ടച്ച് ചെയ്യുമ്പോൾ അതിന് ഫീൽ ചെയ്യാനായിട്ട് നമ്മൾ അതുപോലുള്ള പേപ്പറാണ് എടുത്തിരിക്കുന്നത്, സാൻഡ് പേപ്പേഴ്സ്. അതിനൊരു റഫ്നെസ് ആണ്. ഓക്കെ, അത് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെയാണ് സയന്റിഫിക് അപ്രോച്ച് എന്ന് പറയുന്നത്. സാധാരണ ഒരു ബുക്ക് വാങ്ങിച്ചിട്ട് അത് നോക്കി കുട്ടിയെ പേടിപ്പിച്ചോ തല്ലിയോ ഒക്കെ നമുക്ക് പഠിപ്പിക്കാം, അല്ലെങ്കിൽ അത് നോക്കി. പക്ഷെ ഇങ്ങനെ ഒരു ടച്ച് നമ്മൾ കുട്ടിക്ക് ആ ഒരു ടച്ച് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. സാൻഡ് പേപ്പറിലോടുള്ള റഫ്നെസ്, അതിൽ ടച്ച്. നമ്മൾ മറ്റേ ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാരെ ബ്രെയിൻലി അത് ചെയ്യില്ലേ, അത് ഏതാണ്ട് ആ ഒരു എഫക്റ്റിൽ തന്നെ പെട്ടെന്ന് ഇവരുടെ ഉള്ളിലേക്ക് ആ ലെറ്റേഴ്സും നമ്പേഴ്സും. ഞാൻ മെത്തേഡ് പറഞ്ഞ സയന്റിഫിക് അപ്രോച്ച്. പോസിറ്റീവ് സയൻസ് ആണ്, അപ്ലൈഡ് സയൻസ് ആണ്, സയന്റിഫിക് അപ്രോച്ച് ആണ്. നമ്മുടെ PDF ഇല്ലാത്തൊരു കാര്യം കേട്ടോ പറഞ്ഞു. എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ 3 ഫാക്ടേഴ്സ് പോസിറ്റീവ് സയൻസ് ആണ്, അപ്ലൈഡ് സയൻസ് ആണ്. ഇത് ആപ്ലിക്കബിൾ ആണ് ഹ്യൂമൻ ബിഹേവിയർ, അതിന്റെ ഡെവലപ്മെന്റ് പല ഏരിയയിലും, സൈക്കോളജിയുടെ പല ഏരിയയിലും ഇത് ആപ്ലിക്കബിൾ ആണ്. പിന്നെ സയന്റിഫിക് അപ്രോച്ച് ആണ്. ഒരു ലേണിംഗ് ഡിസോർഡർ ആയിട്ട് ഒരു കുട്ടി വരുമ്പോൾ നമുക്ക് ഈ എഡ്യൂക്കേഷണൽ സൈക്കോളജി നമുക്ക് നല്ല പോലെ നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ആ കുട്ടിയുടെ പ്രശ്നം, അവന് എന്താണ് ഒരു ഡിഫറൻസ് അവനിലുള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മളത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ത്രൂ സയന്റിഫിക് മെത്തേഡ്സ്. ഡിഡയാക്ടിക് മെത്തേഡ്സ് എന്നാണ് പറയുന്നത്. മോണ്ടിസോറി മെത്തേഡ്സ്, ഡിഡയാക്ടിക് മെത്തേഡ്സ് എല്ലാം ശരി തന്നെയാണ്. അപ്പൊ ഇതിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇത് എവിടെ ഏത് കാര്യങ്ങളാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? ബിഹേവിയറിലും ഇൻഡിവിജ്വൽ ഡിഫറൻസിലും അല്ലെ? ബിഹേവിയറിലും
ആളുകളുടെ ഹ്യൂമൻ ബിഹേവിയർ, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. ഇതിൽ രണ്ടിലും നല്ല രീതിയിൽ ഇന്റർവെൻഷൻ നടക്കുമ്പോൾ ഒരു കുട്ടിയിൽ എന്താണ് വ്യത്യാസം വരുന്നത്? നിങ്ങളൊക്കെ പറയാറായിട്ടുണ്ട്. അതിന്റെ ഡെവലപ്മെന്റ് സ്റ്റേജിൽ നല്ല മാറ്റങ്ങൾ വരും അല്ലെ? നമ്മളിത് അപ്ലൈ ചെയ്യുന്നത് മെയിൻ ആയിട്ടും ഹ്യൂമൻ ബിഹേവിയർ. നമുക്കിവിടെ ഹ്യൂമൻ എന്നല്ല, ചൈൽഡ് ആണ് നമ്മുടെ മുമ്പിൽ. കുട്ടിയുടെ ബിഹേവിയറിൽ കുട്ടിയുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, ഓരോ കുട്ടികളിലും തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കിയാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത്. അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ പോസിറ്റീവ് ഇമ്പാക്ട് വരുന്നത് ആ കുട്ടിയുടെ ഡെവലപ്മെന്റ് സ്റ്റേജിലാണ്. കുട്ടിയുടെ വളർച്ചയുടെ ഓരോ സ്റ്റേജിലാണ് വ്യത്യാസങ്ങൾ വരുന്നത്. ഇവിടെ കുട്ടിയാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ലേണർ അല്ലെ? കുട്ടിയാണ് നമ്മളിൽ നിന്ന് പലതും പഠിക്കാനിരിക്കുന്നത്. നമ്മൾ ആ കുട്ടിയുടെ ബിഹേവിയറും ഇൻഡിവിജ്വൽ ഡിഫറൻസും ശ്രദ്ധിച്ച് ആ കുട്ടിക്ക് വേണ്ടുന്ന ഇന്റർവെൻഷൻ കൊടുക്കുന്നു. 10 പേർക്കും ഒരേ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടില്ല. ഓരോ കുട്ടിയുടെയും ബിഹേവിയറും ഡിഫറൻസസും മനസ്സിലാക്കിയിട്ട് നമ്മൾ ഓരോ കുട്ടിക്കും വേണ്ടുന്ന രീതിയിലുള്ള മെത്തേഡ്സ്, സയന്റിഫിക് മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യുന്നു. അപ്പൊ അത് കുട്ടിയുടെ ഡെവലപ്മെന്റ് സ്റ്റേജിൽ നല്ല റിസൾട്ട് കൊണ്ടുവരും. ആ ലേണർ ആണ് ഇവിടുത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആള്. ലേണർ, ആ ലേണിംഗ് പ്രോസസ് നല്ല രീതിയിൽ നടക്കും. കുട്ടി കാര്യങ്ങള് മനസ്സിലാക്കുന്ന അത് നല്ല രീതിയിൽ നടക്കും. പേഴ്സണാലിറ്റി, ഇന്റലിജൻസും അതുവഴി ഇംപ്രൂവ് ആകും. എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലായില്ലേ? എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ഇമ്പോർട്ടൻസ് അതെല്ലാമാണ് വരുന്നത്. നിങ്ങൾക്ക് അത് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. 3 ഫാക്ടേഴ്സ് ആണ്. ഇതൊരു പോസിറ്റീവ് സയൻസ് ആണ്, ഇത് അപ്ലൈഡ് സയൻസ് ആണ്, അതുപോലെ തന്നെ സയന്റിഫിക് അപ്രോച്ച് ആണ്. ഇതിൽ സയന്റിഫിക് മെത്തേഡ്സ് ആണ് എടുക്കുന്നത്. നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ മുന്നിൽ വരുന്ന ചൈൽഡിന്റെ ബിഹേവിയറും ഡിഫറൻസും അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആവശ്യമുള്ള ഇന്റർവെൻഷൻസ് നടത്തും. അത് സയന്റിഫിക് മെത്തേഡ് ആയിരിക്കും, മോണ്ടിസോറി മെത്തേഡ് തന്നെയായിരിക്കും കൊടുക്കുന്നത്. അപ്പൊ അവിടെ കുട്ടിയുടെ ലേണിങ്ങും പേഴ്സണാലിറ്റി, ഇന്റലിജൻസ് എല്ലാം ഇംപ്രൂവ് ആവുന്നു. കുട്ടിയുടെ ഡെവലപ്മെന്റ് സ്റ്റേജ് പ്രോപ്പർ ആയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ക്ലിയർ ആയിരുന്നു? എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ഇമ്പോർട്ടൻസ് ഈ ഇത്രയും കാര്യങ്ങളിൽ വരുന്നതാണ്. അത് കുറച്ചുകൂടി എലാബറേറ്റ് ചെയ്ത് നമ്മൾ പറയുന്നുണ്ട്. സ്ക്രോൾ ചെയ്യട്ടോ. ഓക്കെ, അതിലെ എഡ്യൂക്കേഷൻ സൈക്കോളജി ഈസ് ആൻ അപ്ലൈഡ് ബ്രാഞ്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്ലൈഡ് സയൻസ് ആണ്, സൈക്കോളജിയുടെ ഒരു അപ്ലൈഡ് ബ്രാഞ്ച് തന്നെയാണ്. അതിനെ സമ്മറൈസ് ചെയ്തേക്കോ താഴെ. അതിന്റെ ഫസ്റ്റ് പോയിന്റ് ദ ലേണർ, അതൊന്ന് വായിച്ചു നോക്കിക്കോ. ആ ഫസ്റ്റ് പോയിന്റ് ലേണറിൽ നമ്മൾ പറഞ്ഞ 2 കാര്യങ്ങളാണ്. ആ ലേണർ നമ്മുടെ മുന്നിൽ കുട്ടിയാണ്, ആ കുട്ടിയാണ് ഇവിടുത്തെ ലേണർ. ആ കുട്ടിയുടെ ബിഹേവിയറും ഡിഫറൻസസും മനസ്സിലാക്കണം. അതായത് സെന്റർ ഓഫ് അട്രാക്ഷൻ ആയിട്ട് ഇവിടെ ഇരിക്കുന്ന ആളെ ലേണറാണ്, കുട്ടിയാണ്. കുട്ടിയുടെ നീഡ് എന്താണ് ആ കുട്ടിക്ക് വേണ്ടത്, ആ കുട്ടിയുടെ ബിഹേവിയർ, അതുപോലെ തന്നെ ഡിഫറൻസസ് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ആ ഒരു പാരഗ്രാഫിലേക്ക് വരുന്നത്. Characteristics of his growth and development at each stage beginning from childhood to adulthood. നമ്മുടെ കയ്യിൽ കിട്ടുന്ന ആ ഒരു ഏജിന് മുമ്പ് അവന്റെ രീതികൾ എന്തൊക്കെയായിരുന്നു, അതിൽ നിന്നായിരിക്കുമല്ലോ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും ആ കഴിഞ്ഞ പ്രായങ്ങളിലെ കുട്ടിയുടെ രീതികൾ, ഹാബിറ്റ്സ് എന്തായിരുന്നു, ബിഹേവിയർ എന്തായിരുന്നു, അതെല്ലാം നമുക്ക് മനസ്സിലായിട്ടാണ്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് വേണം കുട്ടിയിലേക്ക് ഇന്റർവെൻഷൻ നടത്താനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് ലേണിംഗ് എക്സ്പീരിയൻസസ് ആണ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അതായത് എന്തെല്ലാം കാര്യങ്ങള് നമ്മൾ ഈ ഓരോ കുട്ടിയെ മനസ്സിലാക്കുന്നുണ്ടല്ലോ, നമ്മൾ എന്തെല്ലാം ഇന്റർവെൻഷൻസ് നടത്തണം, അതാണ് ലേണിംഗ് എക്സ്പീരിയൻസസ്.
ഏത് സ്റ്റേജില് ഏത് ആ ഗ്രോത്തും ലേണറിന്റെ കുട്ടിയുടെ ഗ്രോത്തും ഡെവലപ്മെന്റും അനുസരിച്ച് ഏത് സ്റ്റേജിലാണ് അത് വേണ്ടത്, ആവശ്യമുള്ളത്, ഡിസൈറബിൾ ആയിട്ട് ഏത് സ്റ്റേജിലാണ്, അങ്ങനെ അത് കറക്റ്റ് ചെയ്താലാണ് നമ്മുടെ ഇടപെടലുകൾ കറക്റ്റ് ആയാലാണ് നല്ലൊരു ലക്ഷ്യത്തിലേക്ക് എത്തുള്ളൂ. വിത്ത് എ ഗ്രേറ്റർ ഈസ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു റിസൾട്ടിലേക്ക് എത്തണമെങ്കിൽ ആ രീതിയിലുള്ള ലേണിംഗ് എക്സ്പീരിയൻസസ് അതിൽ നിന്ന് വരണം, നമ്മൾ കൊടുക്കേണ്ട ഇന്റർവെൻഷൻസ്. ഈ ലേണിംഗ് എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? എന്താ ലേണിംഗ്? ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ ഒരു കാര്യം പഠിക്കുവാണ് അല്ലെ, അതിൽ നിന്ന് നമ്മൾ നോളജ് അക്വയർ ചെയ്യുന്നു, നമ്മളത് ആപ്ലിക്കേഷൻ ലെവലിലേക്ക് കൊണ്ടുപോകും അല്ലെ. അപ്പൊ നമുക്കറിയാം രാവിലെയും വൈകിട്ടും ചെറുതായിരുന്നപ്പോ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്, രാവിലെയും വൈകിട്ടും നല്ലതുപോലെ ബ്രഷ് ചെയ്യണം. അത് ഏത് മൂവ്മെന്റ് ആയിരിക്കണം ബ്രഷ് ചെയ്യുമ്പോൾ, പിന്നെ എത്രത്തോളം പേസ്റ്റ് എടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അപ്പൊ അത് ഒരു ലേണിംഗ് പ്രോസസ്സാണ്. അത് നമ്മൾ ചെറുപ്പം തുടങ്ങി അത് ശീലിച്ചു, നമ്മൾ ആ രീതിയിൽ തന്നെ മുന്നോട്ട് വരുന്നു. പിന്നെ കുറച്ച് നമ്മൾ വലുതാകുമ്പോൾ നമുക്ക് അത് റിലേറ്റഡ് ഒരു നോളജ് നമ്മൾ ചെയ്തിട്ടുണ്ടാവും. ആ നോളജ് അനുസരിച്ച് നമ്മൾ അത് വീണ്ടും കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കും. സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ ബ്രഷ് ചെയ്യുന്നതിനെ കുറിച്ച്. പിന്നെ നമ്മൾ ചെറുപ്പത്തിൽ നമ്മളെ കുളിപ്പിക്കുകയായിരിക്കും, ഒരു ഏജ് കഴിയുമ്പോൾ നമ്മൾ തന്നെ കുളിക്കാനായിട്ട് തുടങ്ങും. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ പേഴ്സണൽ ഹൈജീൻ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, അത് എങ്ങനെ എത്ര നല്ല രീതിയിൽ ചെയ്യണം, നമ്മുടെ ബോഡിക്ക് ചേരുന്ന രീതിയിലുള്ള ക്ലീൻ ചെയ്യാവുന്ന സാധനങ്ങൾ എല്ലാം വേണം, നമ്മുടെ ബോഡിക്ക് ചേരുന്ന വസ്ത്രങ്ങൾ അത് സെലക്ട് ചെയ്യുന്നൊക്കെ നമ്മൾ പിന്നെ നമ്മൾ അത് ലേൺ ചെയ്തെടുക്കുക. അതൊരു പ്രോസസ് പോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക ലൈഫ് ലോങ്. പല കാര്യങ്ങളും നമ്മളുടെ ചെറുപ്പം തുടങ്ങി നമ്മൾ ശീലിച്ചു വരുന്നത് ഒരു ലേണിംഗ് പ്രോസസ്സായിട്ട് അത് കണ്ടിന്യൂ ചെയ്തെടുക്കുക. നമ്മൾ ഏതോ ഒരു ചാപ്റ്ററിൽ സൈക്കോളജിസ്റ്റുകളെ പറഞ്ഞില്ലേ, ക്രോ ആൻഡ് ക്രോ എന്ന് പറഞ്ഞ സൈക്കോളജിസ്റ്റ് അവരുടെ ഡെഫിനിഷൻ പറഞ്ഞു. അവർ ഓരോന്നിനും ഹെൽത്ത് ഹൈജീൻ അങ്ങനെ പല പല കാര്യങ്ങൾക്കും അവർ ഡെഫിനിഷൻ. അതുപോലെ ലേണിങ്ങിന് ക്രോ ആൻഡ് ക്രോ പറഞ്ഞ ഡെഫിനിഷനാണ് ലേണിംഗ് ഇൻവോൾവ്സ് അക്വിസിഷൻ ഓഫ് ഹാബിറ്റ്സ്, നോളജ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്, നമുക്ക് അറിവ് കിട്ടുന്നു. ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആർജിച്ചെടുക്കുന്ന അറിവ്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആവും. നല്ല പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ ഒരാളെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. നമ്മൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസോ എന്തോ വരും. എപ്പോഴും നെഗറ്റീവ് ആ ഒരു രീതി ആകുമ്പോൾ ഈ ആറ്റിറ്റ്യൂഡ്സ് എല്ലാം നമ്മളിങ്ങനെ ആർജിച്ചെടുക്കുക. ടൈം ബൈ ടൈം നമുക്ക് അത് മാറി വരും. ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാബിറ്റ്സ്, നോളജ്, ആറ്റിറ്റ്യൂഡ്, ഈ കാര്യങ്ങൾ നമ്മൾ അക്വയർ ചെയ്യുന്നതാണ് ലേണിംഗ്. അതാണ് ക്രോ ആൻഡ് ക്രോ പറഞ്ഞത്. ഒരു 3 കാര്യങ്ങളാണ് പറഞ്ഞത് ലേണിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്: ഹാബിറ്റ്സ്, നോളജ്, ആറ്റിറ്റ്യൂഡ്. ഇത് 3 നമ്മൾ നേടിയെടുക്കുന്നതിനെയാണ് അവര് ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി സ്കിന്നർ എന്നുള്ള ഓതർ പറഞ്ഞത് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്വിസിഷൻ ആണ്. പല കാര്യങ്ങളും നമ്മൾ നേടിയെടുക്കുന്നതിനെയാണ് ലേണിംഗ് എന്ന് പറയുന്നത്. അത് എന്നിട്ട് നമ്മൾ പലതിലേക്ക് അപ്ലൈ ചെയ്യുന്നതാണ് ലേണിംഗ്. ഇതാണ് സ്കിന്നർ പറഞ്ഞത്. നമുക്ക് പല അറിവുകൾ കിട്ടുന്നു, അത് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അതാണ് സ്കിന്നർ പറഞ്ഞത്. പിന്നെ നമ്മൾ ഈ മലയാളത്തിൽ പറയില്ലേ വകതിരിവെന്നും, നമ്മൾ പല അറിവിനെ വേറെ രീതിയിൽ നമ്മൾ പറയും. വകതിരിവെന്ന് വേറെ പറയില്ലേ, എത്ര PG വരെയും പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വിവരമില്ല, അങ്ങനെയൊക്കെ ചില ആൾക്കാരെ പറ്റി പറയുന്നത്. അപ്പൊ വിവരം, അറിവ്, വകതിരിവ്, അങ്ങനെ പല രീതിയിലും നമ്മൾ മലയാളത്തിൽ നമ്മളതിനെ സെപ്പറേറ്റ് ചെയ്ത് പറയാറുണ്ട്. അപ്പം ഈ ത്രോണ്ടിക് ആ പേരൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ലേണിംഗ് എന്നുള്ളത് എന്താണെന്നുള്ളത് ഈ 3 പേരും കൂടെ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഓർത്താൽ മതി. പറഞ്ഞതെന്ന് വെച്ചാൽ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ റെസ്പോൺസ്. ഒരാള് വന്നിട്ട് ചുമ്മാ എന്റെ നേരെ ഷൗട്ട് ചെയ്യുവാണ്, ഞാനും തിരിച്ച് ഷൗട്ട് ചെയ്യുവാണെങ്കിൽ ആകെ മൊത്തം പ്രശ്നമാവൂലേ. മിണ്ടാതെ ആവശ്യമില്ലാത്ത കാര്യത്തിനാ ഷൗട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി നമ്മളത് തിരിച്ച് റെസ്പോണ്ട് ചെയ്യാതിരിക്കുക, അതും ഒരു ലേണിംഗ് തന്നെയാണ്. അതേസമയം നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നിടത്ത് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നു, അതും ലേണിംഗ് തന്നെയാണ്. കറക്റ്റ് വേ ഓഫ് ലേണിംഗ്. അതാണ് ത്രോണ്ടിക് എന്ന് പറഞ്ഞ ഒരു സൈക്കോളജിസ്റ്റ് പറയുന്നത്. ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കറക്റ്റ് റെസ്പോൺസ്, നമ്മളിൽ നിന്ന് വരുന്ന കറക്റ്റ് റെസ്പോൺസ്, അത് നമ്മൾ ആർജിച്ചെടുത്ത ലേണിങ്ങിലൂടെ നടക്കുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. എവിടെ എന്ത് പറയണം എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മൾ പറയില്ലേ, കോമൺ സെൻസ്, അതെല്ലാമാണ്. അതും ലേണിങ്ങിന്റെ ഒരു ഭാഗം തന്നെയാണ്. ഓക്കെ,
പിന്നെ ചില സമയത്ത് ചില ഏജിൽ നമ്മൾ ചില കാര്യങ്ങൾ അറിയാതെ പറഞ്ഞു, പക്ഷെ പിന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഞാൻ അത് അങ്ങനെ അവിടെ പറയരുതായിരുന്നു, അല്ലെങ്കിൽ ഞാനന്ന് അങ്ങനെ ചെയ്യരുതായിരുന്നു. അതെല്ലാം ലേണിംഗ്. നമുക്കൊരു തിരിച്ചറിവ്, നമുക്കൊരു കോമൺ സെൻസ്. അപ്പോൾ ആറ്റിറ്റ്യൂഡ്, ഹാബിറ്റ്സ്, നോളജ്, ഇത് അക്വയർ ചെയ്യുന്ന ലേണിംഗ് ആണ്. പിന്നെ നമ്മൾ പല നോളജും അക്വയർ ചെയ്യുന്നു, അത് അപ്ലൈ ചെയ്യുന്നു, അതും ലേണിംഗ് ആണ്. നമ്മളുടെ റെസ്പോൺസ്, കറക്റ്റ് ടൈമിൽ കറക്റ്റ് രീതിയിലുള്ള റെസ്പോൺസ്, അതും ലേണിംഗ് ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ അല്ലെ? ലേണർ ആരാന്നറിയാം, നമ്മുടെ മുന്നിൽ വരുന്ന ചൈൽഡ്. അവിടെ നമ്മൾ കൊടുക്കുന്ന ഇന്റർവെൻഷൻസ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കണം? കുട്ടിയുടെ ബിഹേവിയർ, കുട്ടിയുടെ ഡിഫറൻസസ്, പിന്നെ ലേണിംഗ് പ്രോസസ്. അത് നമുക്ക് അതൊരു ലോങ് ടൈം പ്രോസസ് തന്നെയാണ്. കുട്ടിയുടെ ഡെവലപ്മെന്റ് ഗ്രോത്ത് സ്റ്റേജുകളിൽ ലേണിംഗ് പ്രോസസ് പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ നമ്മൾ കറക്റ്റ് കുട്ടിയെ ഐഡന്റിഫൈ ചെയ്ത് വേണ്ടുന്ന ഇടപെടൽ നടത്തിയാലേ അത് പ്രോപ്പറായിട്ട് നടക്കും. Learning process, learning situation or environment. വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളുള്ളൂ. പല ലേണിംഗ് സിറ്റുവേഷൻസ് നിങ്ങളെ കൊണ്ട് ഞാൻ റോൾ പ്ലേ ചെയ്യിച്ചിരുന്നു ആദ്യ ക്ലാസ്സുകളിലെല്ലാം. പിന്നെ കുട്ടികൾക്കിടയ്ക്ക് നടത്താവുന്ന ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്, ഗ്രൂപ്പ് ഡൈനാമിക്സ്, ക്ലാസ് റൂം ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ ക്ലാസ് റൂം ക്ലൈമറ്റ്, ടെക്നിക്സ്. നമ്മൾ താഴേക്ക് എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ വായിക്കുമ്പോൾ ഭയങ്കര ഒരു കൺഫ്യൂഷൻ ആയിട്ട് വരും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ ഇലാബറേറ്റ് ചെയ്യാൻ പറ്റും. ഈ PDF മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ പറഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളുടെ എക്സ്പീരിയൻസ് വെച്ച് ഇലാബറേറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അല്ലാണ്ട് നമുക്ക് തരുന്ന PDF അങ്ങനെ പിടിച്ചു വെക്കേണ്ട കാര്യമില്ല. കാര്യം കണ്ടന്റ് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ബാക്കിയെല്ലാം നമ്മളുടെ എക്സ്പീരിയൻസും നമ്മൾ പറയുന്ന സിറ്റുവേഷനും നമ്മൾ കണ്ടിട്ടുള്ള സിറ്റുവേഷനും നമ്മൾ ഫേസ് ചെയ്ത സിറ്റുവേഷനും ഒക്കെയാണ്. ആ രീതിയിലാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ നമ്മുടെ മോണ്ടിസോറിയുടെ ലേണിംഗ് പ്രോസസ്. പിന്നെ പലതരം ടെക്നിക്സും പ്രാക്ടീസുകളും നമ്മൾ നടത്തും. പിന്നെ ഗൈഡൻസും കൗൺസിലിംഗ് അങ്ങനെ ചേർത്ത് കൊടുക്കേണ്ടി വരും. സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ദി ടീച്ചിങ് ലേണിംഗ് പ്രോസസ്. അതായത് പറഞ്ഞല്ലോ, ഓരോ കുട്ടികളും പല ആറ്റിറ്റ്യൂഡിൽ അല്ലെങ്കിൽ പല ബിഹേവിയർ ആയിരിക്കും. അതെല്ലാം മനസ്സിലാക്കി വേണ്ടുന്ന ടെക്നിക്സും ലേണിംഗ് ഇവാലുവേഷനും പ്രാക്ടീസുകളും കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ഗൈഡൻസ് കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ അവർക്ക് ഒരു കൗൺസിലിംഗ് കൊടുക്കേണ്ടി വരും. ഈ ടീച്ചിങ് ലേണിംഗ് പ്രോസസ് സ്മൂത്ത് ആവാനായിട്ട് നമ്മൾ ലേണറിൽ നിന്ന് തുടങ്ങി, അതായത് ചൈൽഡിൽ നിന്ന് തുടങ്ങി നമ്മൾ അവസാനിക്കുന്നത് ടീച്ചറിലാണ്. എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ നേച്ചർ അതാണ്. തുടങ്ങിയ ഫസ്റ്റ് ഒരു പീക്ക് പോലെ ഒരു ട്രയാങ്കിൾ പോലെ വെക്കുവാണെങ്കിൽ അതിന്റെ ഏറ്റവും മുകളിൽ ചൈൽഡ് നിൽക്കുന്നു, താഴെ ടീച്ചർ. ചൈൽഡിൽ നിന്ന് തുടങ്ങി നമ്മൾ ടീച്ചറിലേക്ക് എത്തുവാണ്. ടീച്ചർ അവിടെ ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു ആളാണ്. ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ്സിൽ ടീച്ചർ വളരെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ടീച്ചറുടെ റോള് നമ്മൾ പല കാര്യങ്ങൾ, ഹെൽത്ത് എഡ്യൂക്കേഷനിലെ ടീച്ചറുടെ റോൾ എന്താണ്, അങ്ങനെ എല്ലാം, ഹൈജീനിലെ ടീച്ചറുടെ റോൾ എന്താണ്, അതെല്ലാം നമ്മൾ പറഞ്ഞു പോയിരുന്നു. അപ്പൊ ടീച്ചർക്ക് സ്വന്തം റോള് നല്ല എഫക്റ്റീവ് ആയിട്ട് പ്ലേ ചെയ്യാനായിട്ട് അറിയണം. അതായത് എന്താ പറയുന്നത്, ടീച്ചർക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. എന്റെ മുന്നിലിരിക്കുന്ന കുട്ടികളെ എല്ലാം എനിക്ക് മനസ്സിലാക്കാനും അവർക്ക് വേണ്ടുന്ന അവരുടെ ഗ്രോത്ത് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് സ്റ്റേജിന് വേണ്ടുന്ന രീതിയിലുള്ള ഇന്റർവെൻഷൻസ് നടത്താനും ഞാൻ കേപ്പബിൾ ആയിരിക്കണം. അങ്ങനെ ഒരു ടീച്ചർക്ക് സ്വയം ഒരു അനലൈസിസ് ടീച്ചർ നടത്തണം. അപ്പൊ ആ രീതിയിൽ തന്നെ ടീച്ചർ മുന്നോട്ട് പോകണം. ടീച്ചർക്ക് ഉണ്ടാകുന്ന കോൺഫ്ലിക്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ടീച്ചറിലെ ഒരു നെഗറ്റീവ് ടീച്ചറുടെ ഓരോ കാര്യങ്ങളും കുട്ടികളിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കരുതെന്നാണ് പറയുന്നത്. ടീച്ചർക്ക് പലപ്പോഴും പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടാകാം, പ്രൊഫഷണൽ ഇഷ്യൂസ് ഉണ്ടാകാം. അപ്പൊ അതൊന്നും ഈ കുഞ്ഞുങ്ങളെ ബാധിക്കാത്ത രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. ടീച്ചറിൽ നിന്ന് വരുന്ന റിഫ്ലക്ഷൻസ് എല്ലാം ഒരു പോസിറ്റീവ് ആയിട്ട് കുട്ടികളുടെ മുന്നിൽ വരണം. ചില ടീച്ചർമാർ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും, അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ടെൻഷൻ, ആങ്സൈറ്റി ഒക്കെ അവർ വരുമ്പോൾ അവർ അറിയാണ്ട് അങ്ങോട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് ചിലപ്പോൾ റിയാക്ട് ചെയ്ത് പോകും. അതൊന്നും
പാടില്ല എന്നല്ല, അതൊക്കെ മാനേജ് ചെയ്യാനായിട്ട് ടീച്ചർക്ക് പറ്റണം. അങ്ങനെയാണെങ്കിൽ ഒരു സക്സസ്ഫുൾ ടീച്ചർ ആ ഒരു രീതിയിൽ കുട്ടികളുടെ മുമ്പിൽ, കാരണം കുട്ടികളെ റോൾ മോഡൽ ആക്കും. അത് മാത്രമല്ല ടീച്ചറുടെ ഭാഗത്ത് നിന്ന് ഒരു നെഗറ്റീവായിട്ടൊരു കാര്യം വരുമ്പോൾ പെട്ടെന്ന് ഷൗട്ട് ചെയ്യുമ്പോൾ അതൊക്കെ വളരെ ഇതായിട്ട് ബാധിക്കുന്ന കുട്ടികളാണ്. ഈ 5 കീ ഫാക്ടേഴ്സിലാണ് ഈ എഡ്യൂക്കേഷണൽ സൈക്കോളജി വന്നിരിക്കുന്നത്. നമ്മൾ പറഞ്ഞ എഡ്യൂക്കേഷണൽ സിറ്റുവേഷനിലെ അതിനകത്ത് ഈ 5 കീ ഫാക്ടേഴ്സ് ആണ് നമ്മൾ ലേണറിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ കുട്ടികളാണ് ലേണറിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അത് ലേണിംഗ് എക്സ്പീരിയൻസസ് ആയി ഏത് രീതിയിലുള്ള ഇന്റർവെൻഷൻസ് നടത്തണം, അത് ലേണിംഗ് പ്രോസസ്, ആ കുട്ടിയുടെ ഗ്രോത്ത് ഡെവലപ്മെന്റ് അതിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ നടക്കും. പിന്നെ ലേണിംഗ് സിറ്റുവേഷൻ ഓർ എൻവയോൺമെന്റ്, ക്ലാസ് റൂം ആയിരിക്കും, ക്ലാസ് റൂമിലെ രീതികൾ അല്ലെങ്കിൽ ഗ്രൂപ്പ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൊടുക്കുന്നു. അതെല്ലാം ലേണിംഗ് സിറ്റുവേഷൻ ഓർ എൻവയോൺമെന്റ്. ലാസ്റ്റ് പൊട്ടൻഷ്യൽ ആയിട്ട് വരുന്ന ടീച്ചറിൽ ഉണ്ടാകുന്ന ഇത് നല്ലൊരു പോസിറ്റീവ് ഇമ്പാക്ട് കുട്ടികളിലേക്ക് റിഫ്ലക്ട് ചെയ്യണം. ടീച്ചറുടെ ഇഷ്യൂസ് അത് കുട്ടികളെ ബാധിക്കാത്ത രീതിയിൽ മാറ്റണം. ആ രീതിയിൽ ടീച്ചർ സക്സസ്ഫുൾ ആയിരിക്കണം. ഇത്രയുമാണ് പറഞ്ഞത്. നെക്സ്റ്റ്, ഇതെല്ലാം ഈ 5 കീ ഫാക്ടേഴ്സ് വരുന്നതാണ്. ഇത് വേണമെങ്കിൽ കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യാം, അതിലേക്ക് പലതും ആഡ് ചെയ്യാം എന്നാണ് പറയുന്നത്. താഴെ കുറച്ച് പോയിന്റ്സ് ആരോ മാർക്കിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് പോയിന്റ് സ്ക്രോൾ ചെയ്യാം. കുറച്ചുകൂടെ ഈ നമ്മൾ പറഞ്ഞ 5 കാര്യങ്ങളെ കൂടാതെ അതിന്റെ പല സബ് ഡൈവേർഷൻസ് അതിനൊന്ന് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പോയിന്റ് നിങ്ങളൊന്ന് മനസ്സിൽ വായിച്ചോളൂ. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് അതിൽ വരുന്നത് അല്ലെ. ഹ്യൂമൻ ബിഹേവിയർ ആണ് എഡ്യൂക്കേഷണൽ സിറ്റുവേഷൻസിൽ വരുന്ന ഹ്യൂമൻ ബിഹേവിയറിന്റെ സ്റ്റഡിയാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത്. പിന്നെ അതില് ആ ബിഹേവിയറിലെ മാറ്റങ്ങൾ എന്തൊക്കെ വരുത്തണം അതാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ് ഹോൾ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ. ഫോർവേഡ്സ് ആണ് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത്. എല്ലാ എഡ്യൂക്കേഷന്റെ ഏതെല്ലാം തലങ്ങളുണ്ട്, ഇപ്പൊ കൊച്ചുകുട്ടികളുടെ മാത്രമല്ല, PG ലെവലിൽ തന്നെ നമ്മൾ പഠിക്കുവാണെങ്കിലും അതിലേക്കൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ആയിട്ടിരിക്കുന്നു. അതാണ് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് വായിച്ചോളൂ. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മൾ ഓൾറെഡി സൈക്കോളജി മീൻസ് ഓരോ ഡെവലപ്മെന്റ് സ്റ്റേജസ് നമ്മൾ പറഞ്ഞപ്പോഴും നമ്മുടെ കുട്ടിയിലുണ്ടാകുന്ന മാറ്റങ്ങളും എല്ലാം പറഞ്ഞു. അപ്പോൾ അത് കുട്ടിയുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എല്ലാം എയിം ചെയ്യുന്നത്, ചൈൽഡ് ഡെവലപ്മെന്റ് എയിം ചെയ്യുന്നത് കുട്ടിയുടെ പ്രോപ്പർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. അപ്പം അത് എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ ആ സ്റ്റേജസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. നമുക്ക് വേണ്ടത് എന്താ, പ്രോപ്പർ ആയിട്ട് രീതിയിൽ ഡെവലപ്ഡ് ആവുന്ന ഒരു ചൈൽഡ് ആക്കിയെടുക്കണം. അതാണ് നമ്മളുടെ ഗോൾ എന്ന് പറയുന്നത്. തേർഡ് പോയിന്റ്, നമ്മൾ ഓൾറെഡി തുടങ്ങിയപ്പോ തന്നെ പറഞ്ഞിട്ടുണ്ട് കുട്ടിയുടെ ഗ്രോത്ത് അതുപോലെ തന്നെ ഡെവലപ്മെന്റ്, കുട്ടി ജീവിക്കുന്ന സറൗണ്ടിങ്സ്, ആ എൻവയോൺമെന്റ്, അത് ഇതിന്റെ ഇമ്പാക്ട് നല്ല രീതിയിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഹെറിഡിറ്റി, ജനറ്റിക് ആയിട്ട് ചില കാര്യങ്ങളും കുട്ടിയിലേക്ക് പകർന്നു കിട്ടിയിട്ടുണ്ടാവും. അത് വെച്ചിട്ട് അത് നമുക്ക് ചില സമയത്ത് അതൊരു ലിമിറ്റേഷൻ ആയി മാറാറുണ്ട്. കുട്ടിയുടെ ഡെവലപ്മെന്റിന് ചില സമയത്ത് ലിമിറ്റേഷൻ ആയി മാറാറുണ്ട്. അപ്പൊ ആ ഇത് വെച്ചിട്ട് കുട്ടിയിൽ നല്ലൊരു ഡെവലപ്മെന്റ് ചെയ്തെടുക്കാൻ പറ്റണം. അതാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. കുട്ടി വളരുന്ന എൻവയോൺമെന്റ്, സറൗണ്ടിങ്സ്, അതുപോലെ തന്നെ ചില ജനറ്റിക് ഫാക്ടർ കുട്ടിയുടെ ഡെവലപ്മെന്റിനെ ചിലപ്പോൾ ബാധിക്കും. അതിന്റെ ഒരു ഇമ്പാക്ട് എന്തായാലും കുട്ടിയിലുണ്ടാവും. അപ്പൊ വിത്തിൻ ദാറ്റ് ലിമിറ്റ്സ് കുട്ടിയെ നല്ല രീതിയിലൊന്ന് ഡെവലപ്പ് ചെയ്യാൻ മാക്സിമം
ചെയ്യേണ്ട കാര്യങ്ങളാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, നമ്മൾ പറഞ്ഞതൊരു ലേണിംഗ് പ്രോസസ് ആണ്. ത്രൂ ദ ലേണിംഗ് പ്രോസസ് ആ കുട്ടിയുടെ നല്ലൊരു ആറ്റിറ്റ്യൂഡും ഒരു പേഴ്സണാലിറ്റിയുമാണ് ജനറേറ്റ് ചെയ്യുന്നത്. അത് അച്ചീവ് ചെയ്യുന്ന നോളജ് എല്ലാം വെച്ചിട്ട് ഒരു നല്ലൊരു പേഴ്സണാലിറ്റി, നല്ലൊരു ആറ്റിറ്റ്യൂഡ് കുട്ടിയിൽ ഡെവലപ്പ് ആകുന്നു. അതാണ് അത് പറയുന്നത്, ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി. നല്ല പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയായിട്ട് മാറുന്ന ഒരു പ്രോസസ് തന്നെയാണ്. അപ്പൊ അവിടെ എഡ്യൂക്കേഷൻ സൈക്കോളജിക്ക് വളരെ ഇമ്പോർട്ടന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആണ് ഇത് സ്റ്റഡി ചെയ്യുന്നത്. 10 പേരും ഒരുപോലെ നല്ല നോക്കുന്നത്. 10 പേരിലെ ഡിഫറൻസസ് മനസ്സിലാക്കി അതിനനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇൻഡിവിജ്വൽ ഡിഫറൻസസിന്റെ ഒരു സ്റ്റഡിയാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത്. എല്ലാവരും യൂണിക് ആണ്, ഒരാള് മറ്റൊരാളിൽ നിന്നും ഡിഫറെന്റ് ആയിരിക്കും. ഹ്യൂമൻ നേച്ചറിന്റെ ഒരു ഫാക്ട് തന്നെയാണ് അല്ലെ. ഇപ്പൊ ഒരു വീട്ടിൽ തന്നെ അച്ഛനും മകനും, അവർക്ക് ചില കാര്യങ്ങളിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സാമ്യം ഉണ്ടെന്ന് പറയട്ടെ, പക്ഷെ ചില കാര്യങ്ങളിൽ അവർ എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. അത് ഒരു ഹ്യൂമൻ നേച്ചർ തന്നെയാണ്. അത് എഡ്യൂക്കേഷൻ സൈക്കോളജി അതിന് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഈ പ്രോസസ് ഓഫ് എഡ്യൂക്കേഷനിൽ ആ ഇൻഡിവിജ്വൽ ഡിഫറൻസ് മെയിൻ പോയിന്റ് ആയിട്ട് വെച്ചിട്ടാണ് പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ നടക്കുന്നത്. ബിഹേവിയറും ഇൻഡിവിജ്വൽ ഡിഫറൻസ്. നമ്മൾ ഇനി പോയിന്റ്സ് ഉണ്ട്. നമ്മൾ ഇത്രയും പറഞ്ഞ പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹ്യൂമൻ ബിഹേവിയർ ആണ് സ്റ്റഡി ചെയ്യുന്നത്. പിന്നെ അത് ഹോൾ എഡ്യൂക്കേഷണൽ ലൈഫിൽ അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുവാണ്. ബിഹേവിയറിന്റെ ഒരു ഓൾട്ടറേഷൻ ആണ് നമ്മൾ പറയാറുള്ളത്. ഭയങ്കര വാശിയായിരുന്നു കുട്ടി, അംഗൻവാടി കൊണ്ടാക്കി കഴിഞ്ഞപ്പോ അവന്റെ വാശിയെല്ലാം മാറി, അതിന് നല്ലൊരു ഇതായി. അല്ലെങ്കിൽ സ്കൂളിലാക്കിയപ്പോഴേക്കും കറക്റ്റ് ടൈമിലെല്ലാം ചെയ്യാൻ തുടങ്ങി, ടോയ്ലറ്റ് ഹാബിറ്റ്സ് ഒക്കെ നല്ല ക്ലീൻ ആയി. ഹോസ്റ്റലിലേക്ക് മാറിയെന്ന് വിചാരിച്ചു, +2 ഒക്കെ കഴിഞ്ഞിട്ട് ഹോസ്റ്റലിൽ പോയപ്പോഴേക്കും ആള് ഭയങ്കര അടുക്കും ചിട്ടയായിരുന്നു. അങ്ങനെയൊക്കെ നമ്മൾ ഓരോ ചേഞ്ചസ് നമ്മൾ പറയാറില്ലേ, സെയിം തന്നെ എല്ലാം ഗ്രോത്തും ഡെവലപ്മെന്റിന്റെ സ്റ്റഡി തന്നെയാണ് കുട്ടിയുടെ. വേരിയസ് സ്റ്റേജസിലൂടെ കുട്ടി പാസ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യം ഇതെല്ലാം എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ വരുന്നുണ്ട്. പിന്നെ അതിന്റെ ഒരു ജനറ്റിക് ഫാക്ടറും സറൗണ്ടിങ്സും, കുട്ടി ജീവിക്കുന്ന സറൗണ്ടിങ്സും ഒരു പരിധി വരെയും ഇതിന്റെ ഗ്രോത്ത് ഡെവലപ്മെന്റിനെ ബാധിക്കും. ആ ഒരു ലിമിറ്റേഷനും നിന്നുകൊണ്ട് മാക്സിമം നല്ല രീതിയിലുള്ള ഡെവലപ്മെന്റിലേക്ക് കുട്ടിയെ കൊണ്ടുപോവുക, അതാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി. ഒരു പേഴ്സണാലിറ്റി ഫോം ചെയ്യുന്നതാണ് ത്രൂ എഡ്യൂക്കേഷൻ സൈക്കോളജി. ആ ലേണിംഗ് പ്രോസസ്സിലൂടെ പേഴ്സണാലിറ്റിയാണ്, നല്ല ആറ്റിറ്റ്യൂഡും പേഴ്സണാലിറ്റിയും ഫോം ചെയ്യുന്നു. വെൽ അഡ്ജസ്റ്റഡ് പേഴ്സണാലിറ്റി. ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആണ് സ്റ്റഡി ചെയ്യുന്നത്. ഹ്യൂമൻ നേച്ചർ ആണ്, തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാന്നുള്ളത് ഹ്യൂമൻ നേച്ചർ ആണ്. നെക്സ്റ്റ് അതിന് 2 പോയിന്റ്സ് കൂടെ ഉണ്ട്. ഇനി it studies nature, intelligence and its measurement. This is utmost importance for teacher. കുട്ടിക്ക് ബോധം, അതിന്റെ ഒരു വികാസം, അത് ഏത് ലെവലില് എന്നുള്ളത് ആ ടീച്ചർക്ക് വളരെ ഇമ്പോർട്ടൻസ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടിയുടെ ആ ഒരു ഇന്റലിജൻസിന്റെ ലെവൽ അനുസരിച്ച് വേണം ടീച്ചർ ഏത് മെത്തേഡ് ആ കുട്ടിയെ ലേണിംഗ് പ്രോസസ്സിന് അഡോപ്റ്റ് ചെയ്യാൻ. ഓക്കെ, ഒരേ കാര്യം തന്നെ ഇപ്പൊ ചില കുട്ടികൾക്ക് ആഡ് ചെയ്യുമ്പോൾ അവർക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ വരുമായിരിക്കും, നമ്പറുടെ പൊസിഷൻ. അപ്പൊ അത് ഓരോ കുട്ടിയുടെ ഇന്റലിജൻസിന്റെ ലെവല് മനസ്സിലാക്കിയിട്ട് വേണം കറക്റ്റ് അതിന് വേണ്ടുന്ന മെഷേഴ്സ് എടുക്കാനായിട്ട്. ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്. എഡ്യൂക്കേഷൻ ഈസ് നത്തിങ് ബട്ട് പ്രൊവൈഡിങ് ഗൈഡൻസ് ടു ദ ഗ്രോയിങ് ചൈൽഡ്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ബുക്കിൽ കാണുന്നത്, പേപ്പറിൽ കാണുന്നത് വായിച്ച് കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതല്ല. സ്പൂൺ ഫീഡിങ് ബേബീസിനെ പോലെ ആക്കുക എന്നുള്ളതല്ല, അത് നല്ലൊരു ഗൈഡൻസ് കൊടുക്കുന്നതായിരിക്കണം. ഗൈഡൻസ് ഒരു കൗൺസിലിംഗ് പോലെ കൊടുക്കുന്നതായിരിക്കണം എഡ്യൂക്കേഷൻ സൈക്കോളജി. ജനറൽ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ ബിഹേവിയർ ഒരു ജനറൽ വേയിലായിരിക്കും ജനറൽ സൈക്കോളജിയിൽ. എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എഡ്യൂക്കേഷണൽ സെറ്റിങ്ങിൽ ആളുകളുടെ ബിഹേവിയറിനെ മനസ്സിലാക്കുന്നു, അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു. കൺസേൺ വിത്ത് ദി ബിഹേവിയർ ഓഫ്
ലേണർ ഇൻ ആൻ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്. എഡ്യൂക്കേഷണൽ സെറ്റിംഗിലാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി വരുന്നത്. 5 പോയിന്റ്സ് താഴെയുണ്ട്, ഞാനത് ഒരുമിച്ചാക്കി വെക്കാം. അത് വായിച്ചോളൂ, 5 പോയിന്റ്സ് വായിച്ചോളൂ, ചെറിയ സെന്റൻസ് അല്ലേ. നമ്മൾ പറഞ്ഞ കുറെ പോയിന്റ്സ് തന്നെയാണ് ആ 5 പോയിന്റ്സും പറഞ്ഞിരിക്കുന്നത്. സയന്റിഫിക് അപ്രോച്ച് ആണ് ഇതിന്, സയന്റിഫിക് മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ക്യാരക്ടർ അല്ലെങ്കിൽ ബിഹേവിയർ, ആ രീതി ബിഹേവിയറൽ സയൻസ് തന്നെ പറയാം, അല്ലാതെ കണ്ടന്റ് ഓഫ് ദ സബ്ജക്ട് അത് സെയിം ആയിട്ട് തന്നെയില്ല. പഠിപ്പിക്കുന്ന സബ്ജക്റ്റോ അല്ലെങ്കിൽ അല്ലാതെ ഏതെങ്കിലും ഒരു കുട്ടിയുമായി റിലേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സബ്ജക്റ്റോ വെച്ചിട്ടല്ല, ക്യാരക്ടർ ബേസ് ചെയ്ത് ബിഹേവിയറും ചേഞ്ചസും ഡിഫറൻസസും ബേസ് ചെയ്തിട്ടാണ് ഇതിന്റെ എഡ്യൂക്കേഷണൽ സൈക്കോളജി ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇറ്റ്സ് എ പോസിറ്റീവ് സയൻസ്, ഇറ്റ് ഈസ് ആൻ അപ്ലൈഡ് സയൻസ്. അത് ഒരുമിച്ച് തേർഡ് പോയിന്റിൽ പറഞ്ഞിരിക്കുകയാണ്, ഇറ്റ് ഈസ് ആൻ അപ്ലൈഡ് പോസിറ്റീവ് സയൻസ് ആസ് ഇറ്റ് സ്റ്റഡീസ് ഫാക്ട്സ് ഓഫ് ബിഹേവിയർ ആൻഡ് ഡിസ്ക്രൈബ് ദ ലോസ് ഗൈഡിങ് ദ ബിഹേവിയർ അനുസരിച്ച് ഏത് രീതിയിൽ കുട്ടിയെ മുന്നോട്ട് ഗൈഡ് ചെയ്യണം എന്നുള്ളത്. സാധാരണ രീതിയിലുള്ള ഒരു സയൻസ് അല്ല, അപ്ലൈഡ് പോസിറ്റീവ് സയൻസ് ആണ്, ബിഹേവിയറൽ സയൻസ് ആണ്, ഫോർമേറ്റീവ് ആയിട്ടുള്ള സയൻസ് അല്ല. ഒരു ഗ്രോയിങ് സയൻസ് ആണ് എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത്. വൈഡ് ആയിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുവാണ്, ത്രൂ ഹോൾ എഡ്യൂക്കേഷൻ ലൈഫിൽ ആയിരിക്കും ഇത് വരുന്നത്. ഇനി ഇതിന്റെ സ്കോപ്പാണ് പറഞ്ഞത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ലേണർ, ടീച്ചർ, ലേണിംഗ് പ്രോസസ്, ലേണിംഗ് എക്സ്പീരിയൻസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ലോ. അതിന്റെ 5 ഫാക്ടേഴ്സ് എന്ന രീതിയിൽ 5 കീ ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞു. അത് ജസ്റ്റ് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്തപ്പോൾ നമ്മൾ ഓൾറെഡി ലേണർ, ടീച്ചർ, ലേണിംഗ് പ്രോസസ്, ലേണിംഗ് എക്സ്പീരിയൻസസ്, ദ ലേണിംഗ് എൻവയോൺമെന്റ്. പിന്നെ ലിമിറ്റേഷൻസ് ആണ് നെക്സ്റ്റ് പറയുന്നത്. നെക്സ്റ്റ് ലിമിറ്റേഷൻസ് ആണ്. നമുക്ക് അവിടെ ഒരു 5 പോയിന്റ്സ് ലിമിറ്റേഷൻസ് ആയിട്ടുണ്ട്. അപ്പോ ജസ്റ്റ് ഒന്ന് നോക്കുക, ഈ ലിമിറ്റേഷൻസ് ഒക്കെയാണ് നിങ്ങളുടെ മനസ്സിലേക്ക്. ഇതിന് ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞപ്പോ എന്താണ്, എന്തൊക്കെ ആയിരിക്കും എന്നൊരു ഊഹിക്കാൻ പറ്റും. ഹ്യൂമൻ ബിഹേവിയർ ആണല്ലേ, അല്ലാണ്ട് നമുക്ക് വേറെയുള്ള സയൻസ് അല്ല, മനുഷ്യന്റെ ബിഹേവിയർ ആണ്. അത് ഇന്നത്തെ പോലെ ആയിരിക്കില്ല ചിലപ്പോൾ നാളെ പെരുമാറുന്നത്, പറയാൻ പറ്റില്ല. അൺപ്രഡിക്റ്റബിൾ ആണ്. അത് തന്നെയാണ് ഇതിന്റെ ലിമിറ്റേഷൻസ്. അൺപ്രഡിക്റ്റബിൾ ആണ് ഹ്യൂമൻ മൈൻഡ് എന്ന് പറയുന്നത്. സോ ഒറ്റവാക്കി പറയുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ലിമിറ്റേഷൻ അത് തന്നെയാണ്. എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ചില രീതികൾ കാരണമുള്ള ലിമിറ്റേഷൻസ്, പിന്നെ അതുപോലെ തന്നെ ഹ്യൂമൻ ബിഹേവിയറിന്റെ നേച്ചർ, അതൊരു ലിമിറ്റേഷൻസ് ഡ്യൂ ടു ദി നേച്ചർ ഓഫ് ഹ്യൂമൻ ബിഹേവിയർ, കാരണം അൺപ്രഡിക്റ്റബിൾ ആണ്. ഇൻഡിവിജ്വൽ ഡിഫറൻസസ് അത് അൺപ്രഡിക്റ്റബിൾ ആയതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ വരാം. ലിമിറ്റേഷൻസ് ഡ്യൂ ടു ലിമിറ്റഡ് സ്കോപ്പ് ഓഫ് എക്സ്പെരിമെന്റ്സ് ഓൺ ഹ്യൂമൻ ബീയിങ് അല്ലേ, നമുക്ക് കൂടുതൽ എക്സ്പെരിമെന്റ് നടത്താൻ പറ്റുമോ? ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും റിസൾട്ട്. സോ അതൊരു ലിമിറ്റേഷൻ ആണ്. നമുക്കിപ്പോ സാധാരണ ഒരു ടോയ് വാങ്ങിച്ചു, നമുക്ക് അത് വേണമെങ്കിൽ എല്ലാം അഴിച്ചു പറക്കി വെച്ച് നോക്കാം, രണ്ടാമത് ഫിക്സ് ചെയ്ത് നോക്കാം, അതിൽ എന്തെങ്കിലും പ്രോബ്ലം പറ്റിക്കഴിഞ്ഞാൽ എന്തെങ്കിലും സ്ക്രൂ എന്തെങ്കിലും ലൂസ് ആണെങ്കിൽ അങ്ങനെ നമുക്ക് ടൈറ്റ് ചെയ്യാം. പക്ഷെ ഇതൊരു ഹ്യൂമൻ ബീയിങ് ആണ്. സോ അവിടെ നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള ലിമിറ്റേഷൻസ് അവിടെയുണ്ട്. ഹ്യൂമൻ മൈൻഡ് ആണ് എക്സ്പെരിമെന്റ് അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ
മൈൻഡ് എന്തായിത്തീരുന്നു പറയാൻ പറ്റില്ല. പിന്നെ നമുക്കിപ്പോ തിയറി നമ്മൾ നല്ല ഭംഗിയായിട്ട് നമ്മൾ മനസ്സിലാക്കി. നമ്മളുടെ ഇത് തന്നെ എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ തിയറി തന്നെ നോക്കാം. ഹ്യൂമൻ ബിഹേവിയർ, ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, ഇത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ഇന്റർവെൻഷൻസ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പേഴ്സണാലിറ്റി, നല്ലൊരു ആറ്റിറ്റ്യൂഡിലേക്ക് കൊണ്ടുപോകാം. നല്ലൊരു ഗ്രോത്ത്, പല ഡിഫറെന്റ് സ്റ്റേജസ്, ഡെവലപ്മെന്റിന്റെ ഡിഫറെന്റ് സ്റ്റേജസിന് നല്ല രീതിയിലുള്ള ഇന്റർവെൻഷൻസ് നടത്താം. പക്ഷേ അത് തിയറിയാണ്. തിയറി കേൾക്കുമ്പോൾ രസമുണ്ട്, പക്ഷെ അത് നമ്മൾ പ്രാക്ടിക്കലി നമ്മളൊരു കുട്ടീനെ അപ്ലൈ ചെയ്യാൻ പോകുമ്പോഴേക്കും നമ്മൾ ബുദ്ധിമുട്ട് പോകും. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ 4 years ഉള്ള ഒരു കുട്ടി നമ്മുടെ ക്ലാസ്സിലുണ്ട്. ഭയങ്കരമായിട്ട് വാശി കാണിക്കുന്നു, നമ്മളുടെ നേരെ സാധനങ്ങൾ വലിച്ചെറിയുന്നു. നമുക്ക് തിരിച്ചെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമുക്ക് എത്ര ദേഷ്യം ചിലപ്പോൾ ഉള്ളിൽ വന്നാലും നമ്മൾക്ക് തിരിച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ നിൽക്കുന്ന പൊസിഷൻ അതാ. ആസ് എ ഫെസിലിറ്റേറ്റർ നമ്മൾക്ക് അത് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പല പല മെത്തേഡ്സ് നോക്കിയിട്ടും ഒരു പക്ഷെ ആ കുട്ടി വഴങ്ങുന്നുണ്ടാവില്ല. അപ്പൊ അതെല്ലാം ഇതിന്റെ ഒരു ലിമിറ്റേഷൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. തിയറിയും പ്രാക്ടീസും തമ്മിൽ നല്ലൊരു ഡിഫറൻസ് ഉണ്ട്, നല്ലൊരു ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഇതിന്റെ ഇമ്പോർട്ടൻസ്, ഇതിന്റെ കോൺട്രിബ്യൂഷൻ, എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ഇമ്പോർട്ടൻസും കോൺട്രിബ്യൂഷനും, റിലവൻസ് ആൻഡ് കോൺട്രിബ്യൂഷൻ ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. സിസ്റ്റമാറ്റിക് നോളജ് ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി, അതിന് താഴെ പറയുന്ന വേയില വിൽ ബി യൂസ്ഫുൾ ഫോർ ദി ടീച്ചർ. ടീച്ചർക്ക് ഇതുകൊണ്ടുണ്ടാകുന്ന കുറെ ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻസ്, അതിന്റെ ഇമ്പോർട്ടൻസും. ലേണറിനെ മനസ്സിലാക്കാൻ പറ്റുന്നു, ടു അണ്ടർസ്റ്റാൻഡ് ദ ലേണർ. ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ മനസ്സിലാക്കി അതിനെ എന്താ പറയാ സെപ്പറേറ്റ് ചെയ്തപ്പോൾ ഓരോ കുട്ടിയിലും ഉണ്ടാകുന്ന ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നു, ടു കാറ്റർ ദി ഇൻഡിവിജ്വൽ ഡിഫറൻസ്. ലേണിംഗ് പ്രോസസ് മനസ്സിലാക്കാൻ പറ്റുന്നു, ടു അണ്ടർസ്റ്റാൻഡ് ദി ലേണിംഗ് പ്രോസസ്. പിന്നെ എന്ത് മെത്തേഡ് യൂസ് ചെയ്യണം, ടു അണ്ടർസ്റ്റാൻഡ് ദി എഫക്റ്റീവ് മെത്തേഡ് ഓഫ് ടീച്ചിങ്. ആദ്യമൊക്കെ നമുക്ക് ടെൻഷൻ ആയി പോകും, ചെയ്യുന്ന മെത്തേഡ് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് വരില്ല, പക്ഷെ പിന്നീട് ടൈം ബീയിങ് നമുക്കത് ശരിയായി വരും. ഞാനൊരു 8ാം ക്ലാസ്സിലെ ഒരു ഇന്റർവെൻഷൻ നടക്കുന്നുണ്ട്. 8ാം ക്ലാസ്സിലെ കുട്ടികളെ 56 കുട്ടികളുണ്ടായിരുന്നു. ഒരു രക്ഷയില്ല, ഭയങ്കര വർത്താനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വർത്താനം. ഇരുന്ന് ഇങ്ങനെ വർത്താനം പറയും. ഞാനൊരു ആക്ടിവിറ്റി അവർക്ക് കൊടുത്തതായിരുന്നു, എണീപ്പിച്ച് നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു, അതായത് സംസാരിക്കാത്തവർക്കായിരിക്കും പണിഷ്മെന്റ് എന്ന് പറഞ്ഞു. അവർ ഭയങ്കര ഹാപ്പിയായി, അവർ ഭയങ്കരമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ഞാൻ ഇത്രയും ഒരു ഫേവർ നിങ്ങൾക്ക് തരുമ്പോൾ ഞാൻ എന്ത് സംസാരിക്കണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കുന്നു പറഞ്ഞു. എനിക്ക് ആരും മിണ്ടിയില്ല. ഞാനൊരു ടോപ്പിക് കൊടുത്തു, നിങ്ങളുടെ സ്കൂള് സംസാരിച്ചോളാൻ പറഞ്ഞു, ഞാൻ പറയുമ്പോഴേ നിർത്താൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അവരിങ്ങനെ വാദോരാതെ ഇങ്ങനെ സംസാരിച്ച് കുറെ കഴിഞ്ഞപ്പോൾ കിട്ടുന്നില്ല സ്കൂളിനെ പറ്റി പറയാനായിട്ട്. പക്ഷെ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും കുറെ പേര് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആയി. കാരണം വെച്ചാൽ എല്ലാരും സംസാരിക്കുകയല്ലേ, 56 കുട്ടികളും സംസാരിച്ചപ്പോഴേക്കും ഭയങ്കര ബുദ്ധിമുട്ടായി. അങ്ങനെ അവര് നിർത്തി. ഞാൻ ചോദിച്ചു, ഇപ്പൊ മനസ്സിലായില്ലേ സംസാരിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലായപ്പോഴേക്കും അവര് ഞങ്ങൾക്ക് ക്ലിയർ ആയ ടീച്ചറെ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ നമുക്ക് സൈക്കോളജിക്കലായിട്ട് ഒരു കുഞ്ഞു കുട്ടികളുടെ അടുത്ത് എടുക്കുമ്പോൾ ഇത്തിരി ശ്രദ്ധിക്കണം. 8ാം ക്ലാസ് ആയതുകൊണ്ടാണ് എനിക്ക് ആ ഒരു ഇത് ചെയ്യാൻ പറ്റിയത്. അതിനുശേഷം അവർ കുറച്ചൊന്ന് ശബ്ദം വയ്ക്കുന്നതിൽ കുറച്ച് വ്യത്യാസം വന്നു, മുഴുവനായിട്ടൊന്നും വന്നില്ലെങ്കിലും. അണ്ടർസ്റ്റാൻഡ് ദ എഫക്റ്റീവ് മെത്തേഡ് ഓഫ് ടീച്ചിങ്, ടു അണ്ടർസ്റ്റാൻഡ് ഡെവലപ്മെന്റ് ക്യാരക്ടറിസ്റ്റിക്സ്. കുട്ടികളുടെ ഡെവലപ്മെന്റ് മനസ്സിലാക്കാനായിട്ട് പറ്റും, അതിന്റെ സ്റ്റേജസ്. കരിക്കുലം ഡെവലപ്മെന്റിന് ടീച്ചർക്ക് പല റോൾ ഉണ്ടാവും സ്കൂളിൽ. അപ്പൊ കരിക്കുലം കുട്ടികൾക്ക് ഓരോ പീരീഡ് അല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റീസ് എന്തൊക്കെ വേണമെന്ന് ഡിസൈൻ ചെയ്യണം, ആവശ്യം വരുമല്ലോ. അത് ടീച്ചർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഗൈഡൻസ് സർവീസസ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് പറ്റും, ഏത് രീതിയിൽ എങ്ങോട്ട് മീൻസ് ഇപ്പൊ ഏത് സ്കില്ലാണോ അതിൽ ഗൈഡൻസ് കൊടുക്കാം. എന്തെങ്കിലും സ്കോളർഷിപ്പ് എക്സാം വരുമ്പോൾ അതിൽ ഗൈഡൻസ് കൊടുക്കാനായിട്ട് പറ്റും. എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കുട്ടികൾക്ക് പ്രത്യേകം അവരെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ക്ലാസ് റൂമിലെ കുട്ടികളുടെ ഗ്രൂപ്പ്
ഗ്രൂപ്പുമായിട്ട് ചേരുമ്പോഴുള്ള കാര്യങ്ങളും സോഷ്യൽ ബിഹേവിയറും അവരെങ്ങനെ സോഷ്യലൈസ് ചെയ്യുന്നു അത് മനസ്സിലാക്കാനായിട്ട് വേണം. ചില കുട്ടികൾ ഇൻട്രോവേർട്ട് ആയിരിക്കും, ചില കുട്ടികൾ ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിരിക്കും, മോഡറേറ്റ് ആയിട്ടുള്ളവരുണ്ടാവും. അതെല്ലാം മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ ക്രിയേറ്റീവായിട്ടും കൺസ്ട്രക്റ്റീവായിട്ടും ഒരു ഡിസിപ്ലിൻ ക്ലാസ് റൂമിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. കുട്ടികളുടെ പ്രോബ്ലംസ് മനസ്സിലാക്കാൻ പറ്റും. ലേണിംഗ് ഔട്ട്കംസിൽ വേണ്ടുന്ന മെഷർമെന്റ്സ്, എന്തെല്ലാം മെത്തേഡ്സ്, അതെല്ലാം ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. കുട്ടികൾക്ക് ആ റിസൾട്ടിലേക്ക് വരാനായിട്ട് 2 നമ്പേഴ്സ് ആഡ് ചെയ്യാൻ പറഞ്ഞു ആൻസർ കിട്ടണം. ആ ഔട്ട്കമ്മിലേക്ക് വരുമ്പോൾ അത് ഒരു കുട്ടിക്ക് അത് ഒരു 2 minutes എടുത്തു, ഒരാൾ 1 minute കൊണ്ട് ചെയ്തു. അപ്പൊ ആ ഒരു മെഷറിംഗ് ലേണിംഗ് ഔട്ട്കംസ് അത് ചെയ്യാനായിട്ട് പറ്റും. ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. ഓൾറെഡി കരിക്കുലം ആക്ടിവിറ്റി ഡെവലപ്മെന്റ് നമ്മൾ പറഞ്ഞു. പിന്നെ പലരും ബുക്സ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളവരുണ്ടായിരിക്കും. പ്രിപ്പയർ ടെക്സ്റ്റ് ബുക്സ് ആൻഡ് ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ്, അങ്ങനെ കുട്ടികൾക്ക് വേണ്ടുന്ന രീതിയിലുള്ള ബുക്സും എന്തെങ്കിലും വേറെ ഏതെങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന വേറെ മെറ്റീരിയൽസും എല്ലാം ചെയ്യാനായിട്ട് ഇവർക്ക് പറ്റും. പിന്നെ വേറെ ഏതെങ്കിലും കോകരിക്കുലർ ആക്ടിവിറ്റീസ് അത് സെലക്ട് ചെയ്യാനായിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഇവരെ കുട്ടികളെ മനസ്സിലാക്കി കഴിയുമ്പോൾ ഈ രീതിയിലുള്ള കോകരിക്കുലർ ആക്ടിവിറ്റീസ് അവർക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ നമുക്ക് കുറച്ചുകൂടി ഡെവലപ്ഡ് ആക്കി എടുക്കാൻ പറ്റും. നോ അബൌട്ട് ഹിംസെൽഫ്. സ്വന്തം പൊട്ടൻഷ്യൽ മാത്രമല്ല മറ്റുള്ളവരുടെ പൊട്ടൻഷ്യൽ എല്ലാം മനസ്സിലാക്കാനായിട്ട് പറ്റും. In short, educational psychology helps a teacher to become a better teacher and the learner to become a better learner. നമ്മളുടെ ഇവിടെ വരുന്ന ടീച്ചർ എല്ലാം നമ്മൾ ഫെസിലിറ്റേറ്റർ ആക്കി മാറ്റുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഫെസിലിറ്റേറ്റർ ഈസ് വൺ ഹു മേക്സ് ഓൾ ദ ഫെസിലിറ്റീസ് ഫോർ ദ സ്റ്റുഡന്റ്. അതാണ് ഫെസിലിറ്റേറ്റർ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു ഗൈഡ് മാത്രമാണ്, സൈഡിലൂടെ പോകും കുട്ടികളുടെ. നമ്മൾ അവിടെ ഉണ്ടെന്ന് പോലും അറിയാതെ കുട്ടികൾ പല കാര്യങ്ങളും പഠിക്കും. അതാണ് ഫെസിലിറ്റേറ്റർ. ആവശ്യമുള്ളപ്പോൾ ഇടപെടുന്ന ഒരാളും കൂടിയാണ് ഫെസിലിറ്റേറ്റർ. അതാണ് ടീച്ചറും ഫെസിലിറ്റേറ്ററും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. ടീച്ചർ നമ്മൾ എല്ലായിടത്തും ഫെസിലിറ്റേറ്റർ ആക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. In short, educational psychology helps a teacher to become a better teacher. അവനവനെ തന്നെ നല്ലപോലെ മനസ്സിലാക്കും. And the learner to become a better learner. Okay. Methods, educational psychology methods എന്തൊക്കെയാണ്? എഡ്യൂക്കേഷണൽ സിറ്റുവേഷൻസിലെ ഹ്യൂമൻ ബിഹേവിയർ അതാണ് ഡീൽ ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. പല മെത്തേഡ്സും യൂസ് ചെയ്യാം. ഒന്ന്, നേച്ചർ ഓഫ് ദ പ്രോബ്ലം ടു ബി സ്റ്റഡീഡ്. എന്താണോ പ്രശ്നം അതിനനുസരിച്ചുള്ള ഇന്റർവെൻഷൻസ്. പിന്നെ ഓറിയന്റേഷൻ ആൻഡ് റിസോഴ്സ്ഫുൾനെസ് ഓഫ് ദി റിസർച്ചർ. ഇവിടെ റിസർച്ചർ ഫെസിലിറ്റേറ്റർ ആകാം. പിന്നെ അല്ലെങ്കിൽ നമ്മളിപ്പോ ടീച്ചേഴ്സിന് ട്രെയിനിങ് ഒക്കെ കൊടുക്കുമല്ലോ, ക്ലസ്റ്റർ ട്രെയിനിങ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർക്ക് കൊടുക്കുന്ന ഓറിയന്റേഷൻ അവരെ കൂടുതൽ റിസോഴ്സ് ആക്കുക. പക്ഷെ ഇപ്പൊ നെക്സ്റ്റ് അക്കാദമിക് ഇയർ വരുമ്പോൾ ടീച്ചർമാരെ കൂടുതൽ റിസോഴ്സ് ആക്കി എടുക്കുക, ഫെസിലിറ്റേറ്റേഴ്സിനെ കൂടുതൽ റിസോഴ്സ് ആക്കി എടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ കുറെ ആക്ടിവിറ്റീസ് ചെയ്യണം ഇവരുടെ ഇന്റർവെൻഷനിൽ. ഈ മെത്തേഡ് അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര സയന്റിഫിക് മെത്തേഡ്സ് ഒക്കെയാണ് നമ്മൾ എടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെ വരുമ്പോൾ അതിന്റെ അവൈലബിലിറ്റി, അങ്ങനെയുള്ള മെറ്റീരിയൽസിന്റെ അവൈലബിലിറ്റി. ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞു ആൽഫബറ്റ്സ് അല്ലെങ്കിൽ നമ്പേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് സാൻഡ് പേപ്പർ എന്ന് പറയുമ്പോൾ വലിയ വിലയൊന്നുമില്ല, നമുക്ക് അവൈലബിൾ ആണ്, പലയിടത്തും അവൈലബിൾ ആണ്, നമുക്ക് അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഒന്നും നമുക്ക് ആ ഒരു റേഞ്ചിൽ കിട്ടില്ല. അപ്പൊ അതിന്റെ ഫിനാൻഷ്യൽ റിസോഴ്സസ്, അതിന് വേണ്ടുന്ന ഫണ്ട് കണ്ടെത്തണം. ഒരു മോണ്ടിസോറി സ്കൂൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ നാളെ ഒരു മോണ്ടിസോറി സ്കൂള്, മോണ്ടിസോറി നഴ്സറി അത് തുടങ്ങണം എന്ന് ആഗ്രഹിക്കുവാണ്, നമുക്ക് അതിലേക്ക് ഈ ഡിഡയാറ്റിക് അപ്പാരറ്റസ്, മോണ്ടിസോറി മെത്തേഡ്സിന് വേണ്ടുന്ന ടൂൾസ്, അതിന്റെ അപ്പാരറ്റസിന് വേണ്ടിയിട്ട് നമുക്ക് മിനിമം 3 lakhs എങ്കിലും വേണ്ടി വരും. ഭയങ്കര കോസ്റ്റ്ലിയാണ് ഇതിന്റെ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. മിനിമം 3 lakhs എങ്കിലും വേണ്ടി വരുന്നതാണ് ഇപ്പോഴത്തെ ഒരു റേറ്റ് ആണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ പഠിക്കുന്ന സമയത്ത് 2 lakhsനും 3 lakhsനും ഇടയ്ക്കായിരുന്നു അതിന്റെ ഒരു റേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു. അതുണ്ട്. പക്ഷെ നമുക്ക് ഈ പേപ്പർ കട്ടിങ്സ് അതൊക്കെ നമുക്ക് എളുപ്പം, പിക്ചർ എടുത്ത് ഒട്ടിക്കുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അതിനൊക്കെ നമുക്ക് ചെറിയൊരു പോസിറ്റീവ് വരുന്നുണ്ടാവുള്ളൂ. പക്ഷെ ഇതിന്റെ ഹോൾ അപ്പാരറ്റസ് ലാക്സിലാണ്.
ഓക്കെ, അപ്പൊ അതാണ് അതിന് വേണ്ടുന്ന ഫിനാൻഷ്യൽ റിസോഴ്സസ് ഒക്കെ കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി മെത്തേഡ്സ് ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി. അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങളൊന്ന് അത് പറഞ്ഞു പോവുകയാണെങ്കിൽ ലിങ്ക് കിട്ടിയാൽ നിങ്ങൾക്ക് വായിക്കാൻ എളുപ്പമുണ്ടല്ലോ. ഞാൻ അതിന്റെ ലിങ്ക് നാളെ അയച്ചേക്കാം. എന്നാലും നമുക്ക് വായിച്ച് പറയാം അതിന്റെ കണ്ടന്റ്സ്. നമ്മൾ പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ബിഹേവിയറും ഇൻഡിവിജ്വൽ ഡിഫറൻസും, പിന്നെ എന്താ പറയാ, എങ്ങനെയാണ് ഹൗ ഹ്യൂമൻ, നമുക്കിവിടെ ചൈൽഡ് ആണ്, ചൈൽഡ് ലേൺ ആൻഡ് അക്വയർ നോളജ്. എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ കുട്ടി എങ്ങനെയാണ് ലേൺ ചെയ്യുന്നത്, നോളജ് അക്വയർ ചെയ്യുന്നത്, ക്ലാസ് റൂംസിൽ അങ്ങനെയല്ല, അതെവിടെ ഏതൊരു എൻവയോൺമെന്റിലാണോ. ടീച്ചർ സ്റ്റുഡൻസ് റിലേഷൻഷിപ്പ് വരുന്ന, ഫെസിലിറ്റേറ്റർ സ്റ്റുഡന്റ് റിലേഷൻഷിപ്പും വരുന്ന ഒരു എൻവയോൺമെന്റിൽ കുട്ടി എങ്ങനെ നോളജ് അക്വയർ ചെയ്യുന്നു, എങ്ങനെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നു, എങ്ങനെ ആറ്റിറ്റ്യൂഡ് ബെറ്റർ ആക്കും, അതൊക്കെയാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത്, അതിന്റെ സ്കോപ്പ്. അപ്പോൾ നല്ല രീതിയിലുള്ള ആ ഒരു ഫെസിലിറ്റേറ്റർ സ്റ്റുഡന്റ് ലേണർ റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഡെവലപ്മെന്റിന് ഡെവലപ്മെന്റിനുണ്ടാകുന്ന ഇമ്പാക്ട് വളരെ ബുദ്ധിമുട്ടുള്ളതായിരിക്കും. സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന്റെ കണ്ടന്റ്. ഓൾമോസ്റ്റ് കുറെ ഉണ്ട് ഈ ഒരു ചാപ്റ്റർ. ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങളുണ്ട്, അതായത് ഞാൻ നോക്കുന്നത്. നമുക്ക് വേണം നോക്കാം. പിന്നെ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ്, അതാണ് നെക്സ്റ്റ്. ഫസ്റ്റ് മെത്തേഡ് പറയുന്നത് ഇൻട്രോസ്പെക്ഷൻ ആണ്. അത് താഴെ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ട് വേർഡ് കമ്പോസ് ചെയ്യുന്നതാണ്, ഇൻട്രോയും എക്സ്പെക്ഷനും. ഇൻട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവേർഡ്, ഉള്ളിലേക്ക്. എക്സ്പെക്ഷൻ മീൻസ് ലുക്കിംഗ്, നമ്മൾ നമ്മളെ തന്നെ നോക്കും. നമ്മളിടയ്ക്ക് നമ്മളോട് ചോദിക്കണം ഞാൻ ആരാണ് എന്ന് ചോദിച്ച് നമ്മൾ തന്നെ ഒരു ആൻസർ അതിനെ കണ്ടുപിടിക്കണത് ഒരു നല്ലൊരു മെത്തേഡ് ആട്ടോ. ഞാൻ ആരാണ്, ഞാൻ ആരായി, ഞാൻ എന്താകണം, അങ്ങനെയൊക്കെയുള്ള രീതി. ഇൻട്രോസ്പെക്ഷൻ മീൻസ് ലുക്കിംഗ് വിത്തിൻ വൺ സെൽഫ്, നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കും. നമ്മളിപ്പം നമുക്കറിയാം നമ്മുടെ കയ്യിൽ ഒരു ടോർച്ച് ഉണ്ടെങ്കിൽ, ടോർച്ചിന്റെ ഉപയോഗം എല്ലാവർക്കും അറിയാലോ. ടോർച്ച് തെളിയിക്കുമ്പോൾ നമുക്ക് വെളിച്ചം, ടോർച്ചിന്റെ വെളിച്ചത്തിൽ നമുക്ക് മുമ്പിലുള്ള ആ ഒരു വ്യൂ നല്ല ക്ലിയർ ആവുന്നു. കറണ്ട് പോകുമ്പോൾ നമ്മുടെ ടോർച്ച് അടിച്ചായിരിക്കും അല്ലെ, നമ്മൾക്ക് മുമ്പിലുള്ളതെല്ലാം എന്തെങ്കിലും ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ എല്ലാം നമുക്ക് ക്ലിയർ ആവും. ഈ ടോർച്ച് നമ്മൾ ഉള്ളിലേക്ക് അടിക്കുന്നു, നമ്മളിലേക്ക് അടിക്കുന്നത്, മറ്റേത് മറ്റുള്ളവരിലേക്ക് അടിക്കുകയായിരുന്നു. നമ്മളിലേക്ക് അടിക്കുമ്പോൾ നമ്മളുടെ ഉള്ളില് നമ്മൾ നല്ല നമ്മുടെ ഇന്റേണൽ, നമ്മുടെ ഇൻവേർഡ് പോർഷൻ അത് കൂടുതൽ കൂടുതൽ തെളിഞ്ഞു വരും അല്ലെ. അത് തന്നെ നമ്മളിലേക്ക് തന്നെ ടോർച്ച് അടിക്കുന്നു, അതാണ് ഇൻട്രോസ്പെക്ഷൻ. നമ്മളുടെ വൺസ് ഓൺ തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. It gives a direct and prompt knowledge of our mental process without involving any extra cost for the material or apparatus. ചില ആളുകൾ പറയില്ലേ സെൽഫ് ടോക്ക്, അതൊരു നല്ലൊരു മെത്തേഡാന്ന് പറയും. പക്ഷെ അത് ചില കാര്യങ്ങളിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ സപ്പോർട്ട് എടുക്കേണ്ടത്. ചിലപ്പോൾ നമ്മളോട് തന്നെ ചില ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ നമ്മൾ തന്നെ അത് സോർട്ട് ഔട്ട് ചെയ്ത്, നമ്മളോട് തന്നെ സംസാരിച്ച് സോർട്ട് ഔട്ട് ചെയ്ത് നമ്മൾ ഭയങ്കര ഹാപ്പി ആകും. അതാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്.
നമുക്ക് ഉള്ളിലേക്ക് തന്നെ ടോർച്ച് അടിച്ച് നോക്കുക, പുറത്തേക്ക് അടിക്കുന്നതിന് പകരം. നെക്സ്റ്റ് ക്ലിനിക്കൽ ഓർ കെയർ സ്റ്റഡി മെത്തേഡ്സ്. അതാണ് സെക്കൻഡ് പോയിന്റ് ആയിട്ട് മുകളിൽ കൊടുത്തത്. തേർഡ് ഒബ്സർവേഷൻ ആണ്. ഒബ്സർവേഷൻ കഴിഞ്ഞ് നമുക്ക് താഴേക്ക് നോക്കാം. ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കിപ്പോ ഒരു ഡേറ്റ കളക്ട് ചെയ്യണം. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും അസുഖങ്ങളായിട്ട് നമ്മൾ ഡോക്ടറിന്റെ അടുത്ത് പോകുമ്പോൾ അപ്പൊ ഫസ്റ്റ് തന്നെ ഒരു ഒബ്സർവേഷൻ ഡോക്ടർ ഉണ്ടാവും കേട്ടോ. ഒന്നില്ലെങ്കിൽ ഡോക്ടർ നമ്മളെ നോക്കി നമ്മളുടെ സംസാരത്തിൽ നിന്ന് കുറെ കാര്യങ്ങൾ നമ്മുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നത് ഫസ്റ്റ് ഒബ്സർവേഷൻ. നമ്മൾ ഒരാളെ കാണുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ഇനീഷ്യൽ ഒരു ഒബ്സർവേഷൻ, ഫസ്റ്റ് ആയിട്ട് ഒരു ഒബ്സർവേഷൻ തോന്നും. അങ്ങനെയാണ്, അതാണ് ഒബ്സർവേഷൻ. നമുക്കൊരു ഡേറ്റ കളക്ട് ചെയ്യാനുള്ളതാണ്. ഡേറ്റ കളക്ഷൻ തൊട്ട് മുമ്പ് നടക്കുന്ന കാര്യമാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അത് തന്നെ പല ടൈപ്പ് ഒബ്സർവേഷൻ ഉണ്ട്. പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ, നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ, കൺട്രോൾഡ് ഒബ്സർവേഷൻ, അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ. നമ്മൾ കാര്യങ്ങൾ നോക്കി ഞാൻ സ്ക്രോൾ ചെയ്യാം, നിങ്ങൾ പറയാനില്ല, ശ്രദ്ധിച്ച്. ഇച്ചിരി ഡ്രൈ ആയിട്ടൊക്കെ തോന്നും ചില ഭാഗങ്ങളിൽ. ഓക്കെ, അതോ ഈ മെത്തേഡ്സ് അടുത്ത ദിവസം എടുത്താൽ മതിയോ? എടുത്തോ, കൂടി ഉള്ളൂ. ശരി, ഒബ്സർവേഷൻസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. നെക്സ്റ്റ് ക്ലാസ്സിൽ 10 minutes നമുക്ക് അതൊന്നുകൂടെ ഡിസ്കസ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും എക്സ്ട്രാ പോയിന്റ്സ് ഒക്കെ ആർക്കെങ്കിലും കിട്ടോ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ പറയാം. ഒബ്സർവേഷൻ പല ടൈപ്പ് പറഞ്ഞു. പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ, നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ, കൺട്രോൾഡ് ഒബ്സർവേഷൻ, അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ. ഇപ്പൊ നമ്മളൊരു കുട്ടിയെ നമ്മൾ ഒബ്സർവ് ചെയ്യുവാന്ന് വിചാരിച്ചോ, കുട്ടി അറിയാതെ, കുട്ടി എന്നല്ല, ഒരു ഹ്യൂമൻ ബിഹേവിയർ നമ്മൾ ഒബ്സർവ് ചെയ്യണമെങ്കിൽ ആൾ അറിയാതെ ചെയ്യേണ്ട ചില സിറ്റുവേഷൻസ് ഉണ്ടാകും. അത് അങ്ങനെ ചെയ്യണം. അതാണ് ഒബ്സർവേഷനിൽ പറയുന്നത്. നെക്സ്റ്റ് ക്ലിനിക്കൽ കേസ് സ്റ്റഡി മെത്തേഡ്സ് നെക്സ്റ്റ് ഡേ പറയാം കൂടുതലായിട്ട്. ജസ്റ്റ് കുറച്ച് സമയമുള്ളതാണ്, ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. എക്സ്പെരിമെന്റൽ ഓർ സയന്റിഫിക് മെത്തേഡ്, ഡിഫറൻഷ്യൽ ഓർ സർവേ മെത്തേഡ് അവിടെ കൊടുത്തു. പക്ഷെ ഒരു പോയിന്റ് കൂടെ എക്സ്ട്രാ അവർ കൊടുത്തിട്ടുണ്ട്, എക്സ്പെരിമെന്റൽ ഓർ സയന്റിഫിക് മെത്തേഡ്. ക്ലിനിക്കൽ മെത്തേഡ്സ്, ബിഹേവിയർ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മൾക്കൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ പലപ്പോഴും റെഫർ ചെയ്യാറുണ്ട്. ഒരു ടീച്ചർ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പാരന്റ്സിനെ ഇൻഫോം ചെയ്ത് അത് പ്രോപ്പറായിട്ട് ഇന്ന ഒരാളെ കണ്ടാൽ മതി എന്നുള്ള രീതിയിൽ അങ്ങനെ കൊടുക്കും. ക്ലിനിക്കൽ അവിടെ ചിലപ്പോൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ ആവശ്യം വരും. പിന്നെ എക്സ്പെരിമെന്റൽ ഓർ സയന്റിഫിക് മെത്തേഡ് ടീച്ചർ അല്ലെ ഈ പറഞ്ഞ ഫെസിലിറ്റേറ്റർക്ക് അഡോപ്റ്റ് ചെയ്യാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു, എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ നമ്മൾ സയന്റിഫിക് അപ്രോച്ച് ആണ് എടുക്കുന്നത്. മെത്തേഡ് യൂസ് ചെയ്യുന്നത് സയന്റിഫിക് അപ്രോച്ച് ആണ്, അത് നമ്മൾ പറഞ്ഞിരുന്നു. താഴെയാണേ, ഞാനിത് അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടെ ഞാൻ പറയാം. ജസ്റ്റ് ടൈം ആയതുകൊണ്ട് ഒന്ന് ഓടിച്ചു പറയുന്നത്. പിന്നെ ഡിഫറൻഷ്യൽ ഓർ സർവേ മെത്തേഡ്, ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഡിഫറൻഷ്യൽ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ്. അപ്പൊ 30 കുട്ടികൾ ഉണ്ടെങ്കിൽ 30 കുട്ടികളുടെ രീതികൾ നമ്മൾ അനലൈസ് ചെയ്ത് അത് നോട്ട് ചെയ്ത് വെക്കാം, അവരുടെ കാര്യങ്ങളെല്ലാം. പിന്നെ ഓരോ കുട്ടിയിലും എന്തൊക്കെ ടെക്നിക്സ് അഡോപ്റ്റ് ചെയ്യണം അങ്ങനെയുള്ളതൊക്കെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് സ്റ്റഡി ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. അത് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്തിട്ട് കുട്ടിയുടെ അടുത്ത് ചുമ്മാ കാഷ്വലി ചോദിച്ച് ആ ഡേറ്റാസ് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. ടെക്നിക്സ് ആൻഡ് ടൂൾസ് ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി, പല ടൂൾസും യൂസ് ചെയ്യാറുണ്ട്. ഈ കർണാടക സർക്കാർ ലാംഗ്വേജ് ഇഷ്യൂ കുട്ടികളിലുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നൊരു ടൂളായിരുന്നു പ്രഥം ടൂൾ എന്ന് പറഞ്ഞിട്ട്. എന്നുവെച്ചാൽ കുട്ടിക്ക് അക്ഷരം അറിയില്ല, വേർഡ്സ് കറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്ത് ആ ഒരു കോംപ്രിഹെൻഷൻ ബുദ്ധിമുട്ട് കുട്ടികളിലുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു മെത്തേഡായിരുന്നു പ്രഥം ടൂൾ എന്ന് പറഞ്ഞിട്ട്. അത് സ്കൂളുകളിലെ ടീച്ചർമാർക്ക് അതിനൊരു ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർമാർക്ക് കുറെ കുട്ടികളുടെ ലിംഗ്വിസ്റ്റിക് പ്രോബ്ലംസ് മനസ്സിലാകാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. ഈ പ്രഥം ടൂൾ വെച്ചിട്ട് ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും അത് ചെയ്യാനായിട്ട് പറ്റും. എറണാകുളത്ത് അത് ട്രെയിനിങ് തരുന്ന ഏജൻസിയോ എന്തുകൊണ്ടെന്ന് തോന്നുന്നു, ഞാൻ ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കാം. അപ്പൊ അതൊരു നല്ലൊരു മെത്തേഡാണ്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ മുമ്പിൽ വരുന്ന കുട്ടികളുടെ ലാംഗ്വേജ് ഇഷ്യൂസ് മനസ്സിലാക്കാനായിട്ട് പറ്റും. ലിംഗ്വിസ്റ്റിക് പ്രോബ്ലം, എന്തുകൊണ്ട് അവർ അക്ഷരങ്ങൾ കറക്റ്റ് ആയിട്ട് എഴുതുന്നില്ല, കറക്റ്റ് ആയിട്ട് ഫ്രെയിം ചെയ്യുന്നില്ല സെന്റൻസ്, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പൊ അങ്ങനെ വേരിയസ് ടെക്നിക്സും ടൂൾസും യൂസ് ചെയ്യാനായിട്ട് പറ്റും.
എഡ്യൂക്കേഷൻ സൈക്കോളജി. ഒരു എക്സാമ്പിൾ ആണ് ഈ പ്രഥം ടൂൾ. ഓക്കെ, നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. നമുക്ക് ഈ മെത്തേഡ്സ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്നുകൂടെ കൂടുതലായിട്ട് നോക്കാം. മെത്തേഡിന്റെ നല്ലൊരു ലിങ്ക് കിട്ടുവാണെങ്കിൽ ഞാനത് ഷെയർ ചെയ്യാം. അപ്പൊ അത് വായിച്ചിട്ട് വരുവാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട്, നമുക്കൊരു ഡിസ്കഷൻ പോലെ വെക്കാം ഈ മെത്തേഡ്സിനെ കുറിച്ച്. ബാക്കിയൊക്കെ ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു. ആരും ഒന്നും മിണ്ടുന്നില്ല. ക്ലിയർ ആണ്. ക്ലിയർ ആണോ? വായിക്കട്ടോ, കാരണം വെച്ചാൽ ഇത് നമുക്ക് ഇമ്പോർട്ടൻസ് ആണ്. നമ്മളൊരു ആസ് എ ഫെസിലിറ്റേറ്റർ നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ ഈ ഒരു ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, പ്രഥം ടൂള് വേണമെങ്കിൽ നോക്കാം. ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല, അതിന്റെ PDF ഉണ്ട്. ഓക്കെ, അതിന്റെ ചെയ്യാം. Yes, ma'am. Yes, ma'am. Thank you, ma'am. Good night, ma'am. Thank you, ma'am. Good night. Thank you, ma'am. Thanks. Good night.